അതുകൊണ്ട് ചികിത്സ തേടി അടുത്തുനിന്നുള്ള ആൾക്കാരെത്തുമെന്ന് കണ്ടറിയണം. അവളുടെ പേര് ക്ലിനിക്ക് തുടങ്ങിയപ്പോ തന്നെ അതിന്റെ ഐശ്വര്യം പോയില്ലേ? എടോ, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയുടെ പേരില് എന്ത് സ്ഥാപനം തുടങ്ങിയാലും അത് വിജയിക്കില്ല. അവര് ജീവിച്ചു പോയിക്കോട്ടെ അരുൺ സാറേ. മര്യാദയ്ക്ക് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? കണ്ണേട്ടന്റെ അധ്വാനത്തിനും വിയർപ്പിനും ഒക്കെ എന്നെങ്കിലും ഒരു ദിവസം അവന് കണക്ക് പറയേണ്ടി വരില്ലേ? കണ്ണേട്ടനിപ്പൊ ഏതാണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ കൃഷി ചെയ്യാൻ 3-3.5 ഏക്കർ പറമ്പ് പോലും ഉണ്ടായി. എടോ, കണ്ണേട്ടൻ ഐശ്വര്യം വരുന്നതും ഉണ്ണിയുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കണ്ണേട്ടൻ ചെയ്ത നന്മയ്ക്ക ഇപ്പൊ അങ്ങേർക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഉണ്ണി ചെയ്തു കൂട്ടിയ ഒരുപാട് ദ്രോഹങ്ങളുണ്ട്. അവസാനം അവൻ അവന്റെ അമ്മയുടെ അടുത്ത് വരെ തനിനിറം കാട്ടി. അതിനൊക്കെയുള്ള ഉത്തരം പറഞ്ഞിട്ടേ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഉണ്ണിയേട്ടൻ നശിച്ചു കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വിജിതയ്ക്കൊപ്പം ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അവൾക്കതിന് ആഗ്രഹമില്ല. അത് പക്ഷെ ഉണ്ണി എന്ന വിഡ്ഢിക്ക് മാത്രം അറിയില്ല. അപ്പോഴേ എന്റെ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് ബാഗിൽ വെക്കണം. ഞാൻ ഇന്ന് തന്നെ അങ്ങ് പുറപ്പെടും. അയ്യോ, പോവാറായോ? പിന്നെ പോണ്ടേ? അവിടെ എത്തിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക. ഭാര്യ വന്നപ്പോ ജോലിക്ക് 2ാം സ്ഥാനമായി. രണ്ടും ഒരുപോലെ അങ്ങ് കൊണ്ടുപോയില്ലെങ്കിലേ പിന്നെ മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടേ ഇങ്ങോട്ട് ഓടി വരണ്ട. എനിക്ക് ഇതുപോലൊരു ഭാര്യ ഉള്ളപ്പോ ഞാൻ എങ്ങനെ ഓടി വരാതിരിക്കുക? പിന്നെ രണ്ടും കൂടി പറയരുത്. ആദ്യം ജോലി, പിന്നെ ഭാര്യ. അങ്ങനെ പോയാ മതി കേട്ടോ. എന്റെ മരുമോനെ കൊണ്ടൊരു ഗുണമുണ്ട്. ഒരിക്കൽ ആരെങ്കിലും വന്നാ പിന്നെ അവരിങ്ങോട്ട് വരികയില്ല. അങ്ങേർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലമ്മേ. MBBS പഠിച്ചിറങ്ങിയിട്ട് കഥയില്ല. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി നല്ല നല്ല ഡോക്ടർമാർക്കൊപ്പം നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പരിശോധിക്കാതെ ഏതെങ്കിലും ആശുപത്രി പോയി നിൽക്കുന്നതാ നല്ലത്. അവൻ നേരത്തെ വന്നാണെന്ന് തോന്നുന്നല്ലോ. ഒരു 5 മിനിറ്റ് കാത്തിരിക്കണം. ഡോക്ടർ മുകളിൽ ഒരാളെ കിടത്തി ചികിത്സിക്കുക. അപ്പൊ ഒരുത്തന്റെ കാര്യം കൂടെ പോയി കിട്ടി. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? എന്റെ അച്ഛനെ കൊണ്ടേ കുറച്ചു ദിവസം മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു. അന്ന് അങ്ങേര് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ അതിലൊരു പന്തികേട് എനിക്ക് തോന്നിയതാ. ഇപ്പതേ അസുഖം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇഞ്ചക്ഷൻ എടുത്തെടുത്തേ നീര് വന്ന് വീർത്തു. അത് ഇഞ്ചക്ഷൻ എടുത്തോണ്ടായിരിക്കില്ല. പിന്നെ വല്ല കടന്നലോ മറ്റോ കുത്തിക്കാണോ? ഒന്നും കുത്തിയിട്ടല്ല, ഡോക്ടർ തന്നെയാ സൂചി കൊണ്ട് കുത്തിയത്. ഇതുവരെ ആരും ഇതുപോലെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ആരെങ്കിലും ഇവിടോട്ട് വന്നാലല്ലേ പരാതി പറയൂ. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അന്ന് കടന്ന എന്റെ അച്ഛൻ ഇതുവരെ എണീറ്റിട്ടില്ല. എന്താ എന്താ ഇവിടെ? ആ, എത്തിയല്ലോ ആള്. എന്തിനാണ് ഡോക്ടർ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്? വേറെ ആശുപത്രി പോയാ അവിടെ വലിയ ആൾക്കൂട്ടവാ. അവിടെ ചെന്നിട്ട് വേറെ അസുഖമൊന്നും വരണ്ടെന്ന് കരുതിയാ ഇങ്ങോട്ട് തന്നെ വന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യം വലിയ കഷ്ടത്തിലായി പോയി. എന്തു പറ്റി? വീട്ടിലോട്ട് വന്ന് നോക്കിയാൽ മതി, അപ്പൊ അറിയാം എന്താ പറ്റിയെന്ന്. ഞങ്ങളൊരു ക്ലിനിക്കിൽ നിന്ന് രക്തം ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ അതുപോലെ ഡോക്ടറിന് ശാന്തി ക്ലിനിക്കിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് കൊണ്ട് തന്നല്ലോ. എന്നിട്ടും കുറച്ച് മരുന്ന് കുറിച്ച് തന്നു. അത് കഴിച്ചോണ്ടാ അസുഖം കൂടിയത്. ചില രോഗങ്ങൾ കൂടിയിട്ടാ കുറയുന്നത്. ചത്തിട്ടും ജീവിക്കുവോ? അങ്ങനെ വല്ല രോഗമുണ്ടോ? നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയാവോടാ? ആ അറിയാം, രോഗികളെ കിടത്തിക്കളയുന്ന ഡോക്ടറോട്. ഡേ, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ കളി മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട.
എന്താ ഉണ്ണി ഇത്? വരുന്നവരെല്ലാം രണ്ടാമത് വരും, ചികിത്സിക്കാനല്ല പരാതി പറയാൻ. അതെ, ഇതൊക്കെ തുറന്നു വെക്കുമ്പോ മിനിമം കുറച്ച് ആത്മവിശ്വാസം വേണം. ഇപ്പോഴത്തെ രോഗങ്ങളുടെ പ്രത്യേകതയാ ഇതൊക്കെ. രോഗം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ ഡോക്ടർമാർക്ക് പറ്റുന്നില്ല. ഇവള് സൂക്കേടുകാരിയാ, വെറുതെ ഒന്നും മരുന്ന് കൊടുക്കല്ലേ. അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ തരുന്ന മരുന്നൊന്നും ഞാൻ കഴിക്കാറില്ല, വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലും. മോനെ, നിനക്ക് രോഗം വന്നാൽ നീ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണുമെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ പോയാ തുറന്ന പോലെ തന്നെ അടയ്ക്കേണ്ടി വരും. പുറത്തോട്ടിറങ്ങുമ്പോ നീ സൂക്ഷിച്ചോ, ആരെങ്കിലും കൈവെക്കാതെ. കാശുണ്ടാക്കാനാ ക്ലിനിക്ക് തുടങ്ങിയത്, അതും എന്റെ പേരില്. ഇങ്ങനെ പോയാ എങ്ങനെ ജീവിക്കും? എല്ലാം ശരിയാവും. കുറച്ചുകൂടി ഒന്ന് പരസ്യം ചെയ്യണം. അതിനുള്ള പണം ഉണ്ടോ കയ്യില്? നീ ഒന്ന് സഹായിച്ചാ. ഹാ, ഞാൻ സഹായിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തണം. നമ്മുടെ ശത്രുവാണെങ്കിലും അപാര കൈപ്പുണ്യം അവൾക്ക്. എന്റെ കാലൊന്ന് കുഴമ്പിട്ട് തിരുമിയതേ ഉള്ളൂ, വേദന എങ്ങോട്ട് പോയെന്നറിയില്ല. അവളുടെ കൈപ്പുണ്യവും നന്മയെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കണം. രാത്രി പാലിനകത്ത് ഉറക്ക ഗുളിക കലർത്തണം, എന്നിട്ടത് സ്നേഹത്തോടെ അവൾക്ക് കൊടുക്കണം. അവൾ ഉറങ്ങട്ടെ, അതിനുശേഷം വേണം വിഷം കാലിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ. പ്രശ്നമാവോ മോളെ? ഒരുപാട് റിസ്ക് എടുത്തല്ലേ ചേച്ചി പാമ്പിൻ വിഷം വാങ്ങിക്കൊണ്ടുവന്നത്, അതും വളരെ വലിയ വില കൊടുത്ത്. എന്നിട്ട് ഇങ്ങനെ പേടിച്ചാലോ? പാമ്പ് കടിച്ചെന്ന് തോന്നാവൂ. ഇഞ്ചക്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. തൊലി പൊട്ടണം, പാമ്പ് കടിച്ചതുപോലെ തോന്നണം. എത്രയൊക്കെ ആയാലും അങ്ങനെ തോന്നുവോ? ഇങ്ങനെയൊക്കെ സംശയിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇതിനൊക്കെ നിന്നത്? ഇപ്പൊ എന്തായാലും നമ്മൾ തീരുമാനിച്ച കാര്യത്തിന്ന് പിന്നോട്ടില്ല. എങ്കിലും അതിലോട്ട് അടുത്തപ്പോ ഒരു ഭയം. എനിക്കൊരു പേടിയുമില്ല. ഇന്നത് ചെയ്താ പിന്നെ അമ്മ അവളെ സ്നേഹിക്കുന്നത് കാണുണ്ടല്ലോ ചേച്ചി. അത്തരം കാഴ്ചകൾ കാണുന്നതിൽ നല്ലത് മരണമല്ലേ? അതെ മോളെ, ഇത് അവളോടുള്ള ദേഷ്യം മാത്രമല്ല, അതിനേക്കാളും എനിക്കിപ്പോ ദേഷ്യം നമ്മുടെ അമ്മയോടാ. എനിക്കും അങ്ങനെ തന്നെയാ. അവളിപ്പോ മോളാണെന്നൊക്കെ അമ്മ പറയുന്നത്. അമ്മയ്ക്ക് മക്കളായി നമ്മൾ രണ്ടുപേരും മതി, മൂന്നാമതൊരുത്തി വേണ്ട. അവളുടെ അമ്മയിപ്പോ അവളെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വലിച്ചെറിഞ്ഞു കാണും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണുണ്ടാവും. മന്ത്രവാദം ചെയ്താ ഈ രീതിയിൽ നമ്മുടെ അമ്മയാക്കിയത്. എന്നിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുവോ, എല്ലാം കണ്ട് സന്തോഷിച്ച്. ഉള്ളിൽ നിറച്ച് വിഷോ. ഇനി കുറച്ച് പാമ്പിൻ വിഷം കൂടി ഉള്ളിലോട്ട് പോട്ടെ, അത് പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ പിടിക്കും. അവള് തീരുകയും ചെയ്യും. എന്നെ ചേച്ചി വിളിക്കൂ? വിളിക്കാം. ആരും ഒന്നും അറിയരുത്, അനന്തുവട്ടം പോലും. അവളെ പാല് കുടിപ്പിക്കാനാ വിഷമം. സംശയം തോന്നാത്ത രീതിയിൽ അത് കൊടുക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ല, ആര് വിളിച്ചാലും ഉണരില്ല. ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങുന്നവള് പിന്നെ ആ ഉറക്കത്തിന്ന് ഒരിക്കലും ഉണരില്ല. നാളെ കൂട്ടക്കരച്ചിൽ കാണാൻ ഞാൻ വരാം, നമ്മുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരുടെയും. എവിടെ പോയിട്ടാ വരുന്നത്? ഞാനൊന്ന് ചേച്ചിയെ കാണാൻ പോയതാ അമ്മേ. നീ എന്തിനാ അവിടെ പോയത്? ഇതെന്ത് ചോദ്യം അമ്മേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ കാണാൻ പോകാറുണ്ടല്ലോ. പക്ഷേ ഇപ്പൊ നീ അവിടേക്ക് പോകുമ്പോ എനിക്ക് പേടിയാ. ആ
ആ പേടി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയുടെ സ്വഭാവത്തിലിപ്പോ എനിക്കും ചേച്ചിക്കും വിഷമമുണ്ട്. സ്കൂട്ടർ തട്ടി ചേച്ചിയുടെ കാല് ചതഞ്ഞു. എന്നിട്ട് അമ്മ അധികം അങ്ങോട്ട് പോയില്ല എന്ന് മാത്രമല്ല, വിളി പോലും കുറവായിരുന്നു. അതില് ചേച്ചിക്ക് കടുത്ത നിരാശയുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കാർത്തൂന് വച്ചിരുന്ന അപകടമാണ് മാറിപ്പോയതെന്ന്. എന്ന് കാർത്തൂൻ അഭിപ്രായം ഇല്ലല്ലോ. പിന്നെന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. അതുപോലെ ആയിരുന്നു കാർത്തൂനോട് രണ്ടാളുടെയും ദേഷ്യം. അത് അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അച്ഛാ, ഞങ്ങളെക്കാളും ദേഷ്യം. ഇനി ഈ കാര്യത്തിൽ ഒരു തർക്കമൊന്നും വേണ്ട. നിങ്ങളുടെ കാർത്തൂനോടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ രണ്ടു കുടുംബത്തിനും അത് നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കേണ്ടവർ ശത്രുക്കളെ പോലെ ആകും. കാർത്തൂനെയും കൊണ്ട് അരുണിന് വീട് വിട്ടു പോകേണ്ടിയും വരും. അങ്ങനെ പോണോന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. ആ വീട് മുഴുവൻ തൂത്തു തുടച്ച് ഏതു നേരവും വൃത്തിയാക്കിയിടും കാർത്തു. എല്ലാവർക്കും നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവളുടെ ആത്മാർത്ഥത മഞ്ജുവിന് കാണാൻ കഴിയുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഏട്ടത്തി പോലും പറഞ്ഞു തുടങ്ങി ഇപ്പോഴാ ആ വീടൊരു വീടായതെന്ന്. കാർത്തു അവിടെ വന്ന ശേഷം ഇരുട്ട് മാറി വെളിച്ചം വന്നെന്നാ ഏട്ടത്തി പറയുന്നത്. എന്നോടും അത് പറഞ്ഞു. അത് മനസ്സിലായതുകൊണ്ടാ ഞാനും ചേച്ചി ഇപ്പോ കാർത്തൂനെ സ്നേഹിക്കുന്നത്. അതിനെ തെറ്റായ അർത്ഥത്തില് അമ്മ കാണരുത്. സംശയിക്കേണ്ട ദേവേ, അവരും മനസ്സ് മാറ്റിയിട്ടുണ്ടാവും. എന്റെ മക്കളെ ഞാൻ അറിഞ്ഞിടത്തോളം ശരത്തേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മഞ്ജുവും മാളുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ സംസാരം നിർത്തി. അമ്മ വരുന്നു പറഞ്ഞു. അവരുടെ വർത്തമാനം ശരിയായ രീതിയിലായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയെ കണ്ടപ്പോ വിഷയം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതാ എന്റെ സംശയം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാ. ചേച്ചിയും അനിയത്തിയും തമ്മിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട്. മഞ്ജു ഇപ്പോ കാലിന്റെ വേദനയൊക്കെ മാറി നടന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി അവൾ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് അറിയില്ല. ഭയന്നേ പറ്റൂ ശരത്തേട്ടാ. നമ്മുടെ മക്കളെ സംശയത്തോടെ കണ്ടേ പറ്റൂ. അവിടെ പോയി കുറച്ചു ദിവസം നിന്നാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. തനിക്ക് എന്താ തോന്നുന്നു അത് അതുപോലെ ചെയ്യണം. കാർത്തൂന് ആപത്തുണ്ടായാൽ അത് രണ്ടു കുടുംബങ്ങളുടെയും താളം തെറ്റിക്കുമെന്ന് നമ്മൾ രണ്ടു മക്കളോടും ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ചേട്ടനും അനിയനും തമ്മിൽ തെറ്റാനും സാധ്യതയുണ്ട്. അരുൺ കാർത്തൂനെ കൂടെ ചെല്ലാനും വിളിച്ചിരുന്നു. എന്നാൽ ലതികേട്ടത്തെ അവിടെ ആക്കിയിട്ട് കാർത്തു പോവില്ല. അത് കാർത്തൂന്റെ മനസ്സിലെ നന്മയാണ്. അതുകൊണ്ട് നമ്മളുടെ മക്കൾ കാരണം കാർത്തൂനൊരു ആപത്തും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ ഉള്ളില് പകയുണ്ട് ശരത്തേട്ടാ. കാർത്തൂനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്.
ഇത് കുടിക്ക്. അയ്യോ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കാർത്തു. ഞങ്ങൾ എല്ലാവരും രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കാറുണ്ട്. അത് ഉറക്കത്തിന് നല്ലതാ. ഞാനങ്ങനെ പാലധികം കുടിക്കാറില്ല. കാർത്തുന്റെ തറവാട്ടില് പശുക്കറവയൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും പാലൊന്നും കുടിക്കില്ലായിരുന്നോ? അവിടെയുള്ളപ്പോ അണ്ണേട്ടനും പവിത്രേടത്തെയൊക്കെ നിർബന്ധിച്ചു കുടിപ്പിക്കുമായിരുന്നു. ഓ, എന്നാ ഇപ്പോ ഞാനും നിർബന്ധിച്ച് കുടിപ്പിക്കാം. ദാ കുടിക്ക്. എനിക്ക് ഇത്രയൊന്നും വേണ്ട. അങ്ങോട്ട് കുടിക്ക് കാർത്തു. ഒരു ഗ്ലാസ് പാല് കുടിക്കാനാണോ ഇത്ര പാട്? കാർത്തൂന് എന്റെ പകുതി തടി പോലും ഇല്ല. ശരീരമൊക്കെ ഒന്ന് നന്നാവട്ടെ. കുടിക്കടി, നിന്റെ അവസാനത്തെ കുടി നീ കുടിക്ക. അധികം തടി വേണ്ടെന്നാ അരുൺ സാറ് പറയുന്നത്. എന്നിട്ട് അവൻ തടിമാടനാണല്ലോ, തിമ്മനാ. 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബോഡി ഒതുക്കി വെച്ചിരിക്കുക. അരുൺ കാർത്തുനെ വിളിച്ചായിരുന്നോ? 1-2 തവണ വിളിച്ചു. ഇനി വിളിക്കൂ? ഇനി അങ്ങനെ വിളിക്കില്ല. ഇനി എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ചൂട് പാല് കാർത്തുന് തരും. അരുൺ അടുത്ത ആഴ്ച വരുമ്പോ കാർത്തു കുറച്ചുകൂടി നന്നായെന്ന് അവൻ പറയണം. എനിക്ക് തടി വെപ്പിക്കാൻ പോവാണോ? എന്റെ വക കുറച്ച് തടി ഇരിക്കട്ടെ. ഗ്ലാസിങ്ങിതാ. അയ്യോ ഞാൻ കഴുകി വെച്ചോളാം. ഇങ്ങ എടുക്ക് കാർത്തു. എല്ലാവരും ഒത്തൊരുമയോട് ഇങ്ങനെ സ്നേഹിച്ചു പോയാ എന്ത് രസമല്ലേ? വഴക്കില്ലാതെ വീട്ടിൽ ജീവിക്കാൻ ഒരു സമാധാനമാ. അതിപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്റെ അമ്മയൊക്കെ എന്നെ വെറുതെ സംശയിക്കുന്നതാ എന്റെ വിഷമം. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അപ്പച്ചിക്ക് മാത്രമല്ല, അരുൺ സാറിനും അമ്മയ്ക്കും ഒക്കെ ചെറിയ സംശയമുണ്ട്. നിനക്കെന്നെ സംശയമുണ്ടോ? ഇപ്പോഴില്ല. മുമ്പ് നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തോ ഇപ്പൊ ഞാൻ ചെയ്യുന്നൊക്കെ. എനിക്ക് ഏട്ടത്തിയോട് ഒരു ദേഷ്യവും ഇല്ല. ഏട്ടത്തിയേക്കാളും എന്നെ വേദനിപ്പിച്ചവർ എന്റെ തറവാട്ടിലുണ്ട്. അവരോട് പോലും എനിക്ക് ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. മനുഷ്യന്മാരെ വെറുത്തിട്ട് എന്താ കാര്യം? അതെ അതെ, ചില നേരത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല കാർത്തു. അതാ എല്ലാവരുടെയും പരാജയം. ഉറക്കം വരുന്നോ? ഇന്ന് പറമ്പിൽ നല്ല പണിയുണ്ടായിരുന്നു, അതിന്റെ ക്ഷീണോ? അത് പറമ്പിൽ പണി ചെയ്തോണ്ട് മാത്രമല്ല, ഇപ്പൊ പാല് കുടിച്ചില്ലേ, അതുകൊണ്ട് കട്ടിലോട്ട് കിടന്നാ മതി, പെട്ടെന്ന് ഉറങ്ങും. എന്നാ പിന്നെ കിടന്നു.